മേളത്തിലേക്ക് വീണ്ടും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നേരത്തെ തൃശ്ശൂരിലെ വിവേകാനന്ദോദയം അല്ലെ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നാടൻ പാട്ടാണ് നിങ്ങളൊക്കെ ആസ്വദിച്ചത്. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി തൃശ്ശൂരിലെ ചെണ്ടമേളം. അതെ, അപ്പൊ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെയാണ് ചെണ്ടമേളവുമായിട്ട് എത്തിയിരിക്കുന്നത്. ഈ സ്കൂളിലുള്ളവരൊക്കെ മിടുക്കന്മാരാണല്ലേ. പഠിപ്പ് മാത്രമല്ല കലയുണ്ട്. വേണമല്ലേ കല വേണം. കലയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. നോട്ട് ദ പോയിന്റ്. കലയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല അല്ലേ. നമുക്കൊക്കെ ഒരു റിലീഫ് ഈ കുട്ടി ചെണ്ടക്കാരനെ ഇഷ്ടപ്പെടും. എന്താ മോന്റെ പേര്? ആഗ്നേയ്. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നേ? നയൻത്തിലാ പഠിക്കുന്നത്. ഇതിന്റെ ഭാരം താങ്ങാനുള്ള ആ കരുത്തുണ്ടോ? ശരി, കുഴപ്പമില്ല, അടിച്ചു പൊളിക്കും അല്ലേ. അപ്പോൾ അശ്വതി, ഈ ചെണ്ടമേളത്തിൽ പെർഫോം ചെയ്യുന്ന ഒരാളുണ്ട്, ഒരു എടുത്തു പറയേണ്ട ഒരാളുണ്ട്. ഇലഞ്ഞിത്തറ മേളം കൊട്ടിത്തകർക്കുന്ന കിഴക്കൂട്ട അനിയന്മാരാറുണ്ട്. കേട്ടിട്ടുണ്ടോ? തൃശ്ശൂരുകാർക്ക് പരിചയമായിരിക്കും. ഇലഞ്ഞിത്തറ മേളം അല്ലേ, കൊട്ടിത്തകർക്കുന്ന കിഴക്കൂട്ട് അനിയന്മാരാറുടെ ആരെവിടെ ഉള്ളത്? ആരാ? കൊച്ചുമകൻ ഇതാ ഇവിടെയുണ്ട്. കൊച്ചുമകനാണ് ഈ ചെണ്ടമേളം നയിക്കുന്നത് അല്ലേ. പേര് അഭിനന്ദ്. അപ്പോ ആരാണ്? അപ്പൂപ്പൻ തന്നെയാണോ പ്രചോദനം? മുത്തശ്ശൻ തന്നെയാണ്. അതെ. എത്ര വയസ്സ് തൊട്ട് പഠിക്കുന്നുണ്ട്? 6 വയസ്സ് തൊട്ട്. അപ്പോൾ ഇവിടെ മാത്രം സ്കൂൾ വേദികളിൽ മാത്രമാണോ പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ പുറത്ത്? പോവാറുണ്ട്. നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് വന്നു തുടങ്ങിയോ? ഇല്ല. എപ്പോഴാ? തീരുമാനിച്ചില്ല. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം, എന്തായാലും പെർഫോമൻസ് നോക്കാം. യെസ്, ഓക്കെ. അപ്പോൾ
എന്തുട്ടാ ഇത്? ഈ തൃശ്ശൂരുകാരെ ഒന്നും ഇളകുന്നില്ലല്ലോ. ഇഷ്ടമാരെല്ലാം ആർക്കും പൊള്ളിച്ചുട്ടാ. ശരീരം അനങ്ങാൻ വലിയ ബുദ്ധിമുട്ടല്ലേ? ആകെ ആ ഒരു ചേട്ടൻ ആസ്വദിച്ച് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഞാൻ കാണികളുടെ അഭിപ്രായം എനിക്ക് അറിയണം എന്തായാലും. എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? പറ. നന്നായിട്ടുണ്ട്. തൃശ്ശൂരുകാരനാണോ? അതെ അതെ അതെ. പിന്നെ എന്താ പിന്നെ അതിനനുസരിച്ച് ഒന്ന് ബോഡി ഒന്ന് അനക്കാത്ത എന്താ? അനക്കാൻ വയ്യ. നല്ല പ്രോഗ്രാമായിരുന്നു. നല്ല പരിപാടിയായിരുന്നോ? എങ്ങനെയുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിഴക്കൂട്ടനിയന്മാരുടെ നന്നായിട്ട് കൊട്ടിയവർ നല്ല പ്രൊഫഷണൽ തന്നെ കാണിച്ചു. നന്നായിട്ട് കുട്ടി. ഓക്കെ, അപ്പൊ ഇതാ എന്നാ പിന്നെ ഒരു കയ്യടി കൊടുത്തങ്ങോട്ട് തുടങ്ങിയാലോ? നാട്ടുകാരുടെ അഭിനന്ദനം ഉണ്ട് കേട്ടോ. കയ്യടി പോരെ കേട്ടോ. പ്രത്യേകിച്ച് അഭിനന്ദ് നന്നായിട്ട് കുട്ടി എന്ന് പറയുന്നത്. അഭിനന്ദ് മാത്രമല്ല, എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേദികൾ കിട്ടട്ടെ. മിസ്റ്റർ പ്രഹ്ലാദ്, ഇവർക്കുള്ള സമ്മാനം കൊടുക്കണ്ടേ? എന്താണ് മരുന്നാണോ കൊടുക്കുന്നത് അവർക്ക്? ഭയങ്കര ചൂടല്ലേ? വെൽനസ് നിങ്ങളുടെ ആരോഗ്യം. കാരണം കൊട്ടുന്നവർക്ക് ആരോഗ്യം വേണമല്ലോ. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യം കണക്കിലെടുത്തുകൊണ്ടാണ് സെയിന്റ് പോൾസ് ആയുർവേദ നിങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ് ഇത്. യെസ്, ഓക്കെ. വെറും കവർ മാത്രമല്ല, അതിനകത്ത് ആളുണ്ട് കേട്ടോ, നോക്കണം. ശരി, ഇനി തീർന്നിട്ടില്ല, സമ്മാനങ്ങൾ തീർന്നിട്ടില്ല. ഇനി അടിപൊളി ഗ്ലൂവ ചിപ്സ് ഉണ്ട്. പെർഫോം ചെയ്യുന്നവർക്ക് എല്ലാവർക്കും സമ്മാനം കൊടുക്കുന്ന ഏക പവലിയൻ ജനൻ ടിവിയുടെ പവലിയൻ മാത്രമാണെന്ന് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിരാശരാവരുത്. പെർഫോം ചെയ്യാൻ താല്പര്യമുള്ളവർ കടന്നു വരിക, നമ്മുടെ പവലിയനിലേക്ക് കടന്നു വരിക. യെസ്, പിന്നെന്താ ഫ്ലൂട്ടോ, പെട്ടെന്ന് വരൂ, കടന്നു വരൂ. യെസ്, അപ്പൊ നമുക്ക് അടുത്ത വേദിയിൽ കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും ആശംസകൾ.